ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. യാത്രാവിശേഷങ്ങൾ ഞങ്ങൾ കഴിയുമെങ്കിൽ കാണിക്കാം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എൻ്റെ അനിയൻ്റെ മോളുടെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയ വണ്ടിയിൽ പോകുന്നേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. യാത്രയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. വറ്റി വരണ്ട് കിടക്കുന്ന ആലടിപ്പുഴയാണിത്. ഇന്ന് ഞങ്ങൾ അവളുടെ വീട്ടിലാണ്. ഇവിടത്തെ പച്ചപ്പ് കണ്ടപ്പോൾ മനസ്സിനൊരു കൊതി തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ്. അനിയൻ്റെ മകളുടെ വീടാണ് കേട്ടോ. ഇവിടെയും വെള്ളത്തിന് ക്ഷാമം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഒരു രസം തോന്നി ഈ കോഴിമക്കളുടെ ഫോട്ടോ ഒന്നും എടുക്കാതെ. അവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് കരുതി. മകളുമൊത്ത് ഒരു യാത്ര. അനിയൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ മാമോദീസ ആയിരുന്നു ഇന്ന്. മസാല ദോശ കഴിക്കും. ഇന്നലെ ഒരു ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറി. മസാല ദോശ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മസാല ദോശ, പൊറോട്ട, ബീഫ് ഒക്കെയാണ് കഴിച്ചിട്ടുണ്ട്. തണുപ്പ് ഇതേപോലെ കാറ്റത്തിന് കണ്ടീന്
അവിടെ ഇരുന്ന് ഈ പച്ചക്കറിക്കാരുണ്ടാവും. ആ എന്നൊക്കെ പറയട്ടെ എന്നോട് എന്തെങ്കിലും എന്നോട് പറയാം. മസാല വീട് അല്ല തിരക്ക് കുറഞ്ഞു. ഇനി ഉച്ചയോടെ എടുക്കണം അല്ലേ? ഇവിടെ തിരക്ക് ഉച്ചയോടെ എടുക്കുമ്പോ ഇല്ലേ ഭയങ്കര തിരക്കാണ്. ഷോപ്പിങ്ങിന് പോയി വന്നതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. ചിക്കൻ, മഞ്ഞൾപ്പൊടി, ഉപ്പ്,
മുളക് പൊടി കൂട്ടി തിരുമ്മി വെച്ച് അത് വറുത്തെടുത്തതിന് ശേഷമാണ് ഇത് റോസ്റ്റ് ചെയ്തെടുത്തത്. റോസ്റ്റ് ചെയ്തപ്പോൾ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല ഈ വകയെല്ലാനും വഴറ്റി തക്കാളിയും കൂട്ടി വഴറ്റിയതിലേക്ക് ചിക്കൻ വറുത്ത് കോരിയത് ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാലിൽ ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് അതിൽ വറ്റിച്ചെടുത്തതാണ് ഈ ചിക്കൻ റോസ്റ്റ്. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയതിൽ ഞാൻ അല്പം തൈര് കൂടി ഒരു പുളിരസത്തിന് ചേർക്കുന്നത്. പുളി തീരെ കുറഞ്ഞ തൈരാണ്. തന്നെയുമല്ല, ഞാൻ അണ്ടിപ്പരിപ്പ് ബിരിയാണി റൈസിന് വേണ്ടിയിട്ട് വറുത്ത് കോരിയെടുത്തതിൽ ഒരിത്തിരി അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് കഷ്ണത്തിനൊക്കെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളവും ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്നു. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തക്കോലം, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു 2-3 കുരുമുളക്, പിന്നെ ഏലക്ക, അതെല്ലാനും വഴറ്റി എടുത്ത് മാറ്റിയതിന് ശേഷം സവാളയും നന്നായിട്ട് വഴറ്റി ഒരിയെ വറുത്ത് കോരി മാറ്റിയതിലേക്ക് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ച് അരിയിട്ട് തിളപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് തിളപ്പിച്ചപ്പോൾ അതിന് പാകത്തിന് ഉപ്പ് ചേർത്തു, ഒരു കിള്ള് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്തു. അതുകൂടാതെ ഒരു ബിരിയാണിക്കൈതയുടെ ഒരു ഇല ഇട്ടു, പിന്നെയും ഒരു ഇല ഇട്ടു, അതായത് ബേ ലീഫ്. അത് ഞങ്ങളുടെ വളപ്പിൽ തന്നെയുള്ള പച്ചയാണ്, അങ്ങനെ തന്നെയാണ് ഞാനത് ഇട്ടത്. പിന്നെ ഇത് അരി തിളച്ച് ഒരു 80-85% വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയ മാതിരി ആയിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ കോരി അങ്ങനെ ഇളക്കി കൂട്ടിയതിന് ശേഷം സ്റ്റെപ്പായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ ഇട്ടു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.